നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വിശേഷങ്ങളും അല്ലെങ്കിൽ പുതിയ കലാകാരിയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ്. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ആൻ അഗസ്റ്റിൻ ആൻഡ് വിജയ് ബാബു. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. എൽസമ്മ എന്ന ഒരു ആൺകുട്ടി എന്നൊരു സിനിമയിലാണല്ലോ വന്നത്. ശരിക്കും ആനിന്റെ സ്വഭാവം ഒരു ആൺകുട്ടിയുടെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിജയനോടാണ് ചോദ്യം ചോദിച്ചത്. നിങ്ങളാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ഇരിക്കുന്ന ആളൊന്നും അല്ല. അതാണ് എനിക്കത് കണക്ട് ആവുന്നില്ല. നമ്മുടെ ലൊക്കേഷനിലൊക്കെ എപ്പോഴും ഭയങ്കര ചില്ലായിട്ട് എന്നൊക്കെ പറയുന്ന ആൾ ഇന്നിങ്ങനെ എനിക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. പിന്നെ ഞാൻ സ്റ്റേജിൽ ഒരിക്കലും കംഫർട്ടബിൾ അല്ല, തീരെ കംഫർട്ടബിൾ അല്ല. കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, ഒരുപാട് സോഷ്യലൈസ് ഒന്നും ചെയ്യുന്ന ആളല്ല. അങ്ങനെ ഒരു എല്ലാ കൂട്ടത്തിലും ഒന്നും പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കില്ല. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഫാമിലി ആവും. ആൻ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാട്ടിൽ കൂടുതൽ എൻ്റെ ഫാമിലിയാണ്. എൻ്റെ മോനുമായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്സ്. അവർ തമ്മിൽ അത് അവരുടെ വേവ് ലെങ്ത് കറക്റ്റാണ്. ചിന്താഗതി ഭയങ്കര, അവൻ ചിന്തിക്കുന്ന അതേ വേവ് ലെങ്ത്. അപ്പൊ അങ്ങനെയാണ്, അല്ലാതെ ആണിനെ പോലൊന്നും ചിന്തിക്കുന്ന ആളല്ല. ഇപ്പോഴും ഒരു കുട്ടിയെ പോലൊക്കെ. ആനിന് എന്താ സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള ആ ക്യാരക്ടറിന്റെ പോലെ ആണോ എന്റെ സ്വഭാവം? എവിടെയെങ്കിലും ഒക്കെ മാച്ച് ആയതുണ്ടായിരുന്നോ? അത് നേരെ ഓപ്പോസിറ്റ് ആണോ? ഞാൻ അത്രയും ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. ഒരു സിനിമയ്ക്ക് വിളിച്ചു, പെട്ടി പാക്ക് ചെയ്ത് അങ്ങ് പോയി. അന്നത്തെ ആ ഒരു സമയത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൽസമ്മ ചെയ്യുമ്പം അതൊക്കെ ലാലു അങ്കിൾ തന്ന കോൺഫിഡൻസ് ആണ് എനിക്ക് ആ പടം ചെയ്യാൻ പറ്റിയത് അത്രയ്ക്കും. കാരണം എനിക്ക് സിനിമയെ കുറിച്ച് അച്ഛൻ്റെ കൂടെ പോകുമ്പം സിനിമ ഷൂട്ടിന് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. അപ്പം എങ്ങനെയാണ് സിനിമയിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് നോക്കാം, ഒരു പടം ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ആ ഒരു 60 days ഷൂട്ടായിരുന്നു. ആ 60 days എങ്ങനെ പോയതെന്ന് പോലും എനിക്കറിയില്ല. അതങ്ങനെ പോയി. അതിപ്പോഴും ഞാൻ പറയണു, ശരിക്കും എൻ്റെ ഗുരു എന്ന് പറയുന്നത് ലാലു അങ്കിൾ തന്നെയാണ് അതിൽ. അപ്പം അതെന്നെ കംഫർട്ടബിളാക്കി ഞാനത് ചെയ്തു. അപ്പം എൽസമ്മ ഇന്നും ഞാൻ മിസ് ചെയ്യണ ഒരു ക്യാരക്ടറാണ്. ഇപ്പോഴും എന്നെ പലരും എൽസമ്മ എന്നാണ് വിളിക്കാറ്. അപ്പം അത് കേൾക്കുമ്പം ഒരു സുഖമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഷൂട്ടിൻ്റെ ഒരു അവസാന ദിവസമൊക്കെ ആയപ്പം ഞാൻ ലാലു അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൽസമ്മയും പാലുണ്ണീനെയും എന്ത് ചെയ്യും, അവരെവിടെയായിരിക്കും അങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് വന്നിരുന്നു. അപ്പം അതൊരു അങ്ങനെയാണോ ഞാനെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അതെനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം നീന സിനിമയിൽ അങ്ങനെ തുടങ്ങിയതാണോ? അത് അതിനു മുൻപ് ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ, അന്ന് ഞാൻ അവിടെ സെറ്റിൽ പോകുമ്പോൾ, അല്ല അന്ന് ഫ്രൈഡേയിലേക്ക് ഞാനാണ് ആനെ സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നീനയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അഭിനയിച്ചു എന്നല്ല. അന്ന് ലാൽജോ സാറാണ് നീന ഫിക്സ് ചെയ്യുന്നത്. അന്ന് ആൻ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ഒക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഷി വാസ് വെരി യങ്. അപ്പം അന്ന് ലാൽജോ സാറാണ് എന്നോട് പറഞ്ഞത് ആനാണ് അത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, നീയാണ്? ബിക്കോസ് ജോമോൻ വാസ് ഡൂയിങ് ക്യാമറ, ഹർ mentor Laljo sir is directing, best friend is acting. ഭയങ്കര ക്ലോസ്. അതും എന്റെ ഫ്ലാറ്റിലാണ്. പക്ഷെ ആ ഫ്ലാറ്റ് ഇല്ല ഇപ്പം. ആ ഫ്ലാറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ആ അടുക്കള ചാരി ഇരിക്കുന്ന അടുക്കള സ്വന്തം ഫ്ലാറ്റിലാണ്. ഈ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ, അതായത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ച് ശരിയായാലും അവർക്ക് പറയാൻ ഒരു മടി? അതുകൊണ്ട് നമ്മളുടെ അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഞാൻ തന്നെ പറയും അവരോട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണത്. ബിക്കോസ് കൂടുതലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഇവരെല്ലാം പുതുമുഖങ്ങളാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള ഇത് 18ാമത്തെ സിനിമ ഇപ്പോൾ കഴിഞ്ഞു. അതിൽ 16 പേരും പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ കൂടുതലും ഞാൻ എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ ശ്രമിക്കാറില്ല. ആകെ 5-6 സിനിമകളിൽ അഭിനയിച്ചിട്ട് അതെല്ലാം വർക്കായിട്ടുണ്ട്. അവരത് പറയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഐ ടേക്ക് എ ലിറ്റിൽ മോർ എഫർട്ട്. ഞാൻ തന്നെ ആ ക്യാരക്ടർ എങ്ങനെയാണ്, ഷൂട്ട് സെറ്റിൽ വന്നിട്ട് അവർക്ക് കുറച്ചും കൂടെ പേടിയുണ്ടാവും പറയാൻ. അപ്പം ഞാൻ ആ സ്ക്രിപ്റ്റ് ഇതിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു റോള് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും എന്താണ് വേണ്ടത്, ഈ മാനറിസം മതിയോ അത്. അപ്പം അത് നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് ബിൽഡ് ചെയ്ത് അവിടെ വന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടുമായിരിക്കും. ബിക്കോസ് എനിക്കറിയാം ഉറപ്പാണ് ഇവർ പറയില്ല എന്നുള്ളത്. പക്ഷേ പറയുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പം റോജൻ പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ ഹോമും മങ്കിപ്പനും റോജൻ. അപ്പോൾ റോജിന് കൃത്യമായ ധാരണയുണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച്. അതുകൊണ്ട്
വന്ന് പറയുന്ന രീതി വേറെ ആയിരിക്കും, മനസ്സിലായി. പക്ഷെ സോഫ്റ്റ് ആയിട്ട് പറയും. ചേട്ടാ അത് ആ, അങ്ങനെ ഇങ്ങനെ ചെയ്താല് പോരെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ. അപ്പൊ അതൊരു പ്രശ്നം എന്നുള്ള ഏരിയ തന്നെയാണ്. മിഥുൻ പറയും. മിഥുൻ correct ആണ്. സർബത്ത് ഷമീറിന്റെ കാര്യത്തില് ആ മാൻഡ്രസും ഒക്കെ മിഥുൻ പറഞ്ഞു തന്നോ? അല്ല, ആ മാൻഡ്രസം എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ പിടിച്ചതാണ്. ആണോ? ആ മീശയ്ക്കോ? അല്ല, അത് ആ ക്യാരക്ടർ പഴുതാര മീശയായിരുന്നു അത് കേട്ടോ. അല്ല, ആ ക്യാരക്ടർ ഒരു സൽമാൻ ഖാൻ ഫാനായിട്ടാണ്. അതെ, അപ്പൊ ദബാങ് ഷമീർ എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നെ സർബത്ത് ഷമീർ. അപ്പം സൽമാൻ ഖാന്റെ ലുക്ക് പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. സൽമാൻ ഖാന്റെ ലുക്കിൽ ഇവിടെ പഴുതാര മീശ വന്നു. അല്ല, ദബാങ്ങില് അങ്ങനത്തെ അതാണ് മറ്റേ കണ്ണാടിയൊക്കെ പുറകിൽ വെച്ചിട്ടുള്ള. അപ്പൊ ആ ലുക്കാണ് അതിനകത്ത് അങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് പിന്നെ ആ ക്യാരക്ടർ പിടിച്ചത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഞാൻ തന്നെ പിടിച്ചതാണ്. പക്ഷെ അത് വർക്കായി. അതെ, എല്ലാം വർക്കാവുന്നുണ്ട്. തൊടുന്നതെല്ലാം എല്ലാ ക്യാരക്ടേഴ്സിനും അതിന്റെ ഫ്രീഡം കൊടുക്കും. ഈ പുതിയ ആൾക്കാർ എല്ലാ സിനിമയിലും പുതിയ ആൾക്കാർക്ക് ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴെങ്കിലും ഒരു ഭയങ്കര റിസ്ക് ആണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ആ റിസ്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ട് സിനിമ ചെയ്യുന്ന ആളല്ല. ഈ പറഞ്ഞ പോലെ കുറേ വർഷം അവിടെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് അറിയാവുന്ന ജോലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ എല്ലാവരും എന്നോട് ചോദിക്കും എന്താണ് സീനിയർ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. കാരണം അവർ നമ്മളെക്കാട്ടി സീനിയറാണ്. അപ്പം ഞാൻ ഈ സിനിമയിൽ വന്നിരിക്കുന്നത് വെറുതെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് റിട്ടേൺ എടുക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടല്ല, ആ പ്രോസസ്സും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റിംഗ് ഇടുന്നതും കാസ്റ്റിംഗ് ചെയ്യുന്നതും ലൊക്കേഷൻ. അപ്പോൾ ആ എൻറ്റയർ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോയാൽ സജഷൻസ് കൊടുക്കുക. അപ്പോൾ അത് കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ ആൾക്കാരുണ്ട്. ബിക്കോസ് അവർ നമ്മളെ കാണുന്നത് അവരെക്കാട്ടി സീനിയറായിട്ട്. അപ്പോൾ സീനിയേഴ്സായിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ അവർ പറയുന്നത് ചെയ്യുക, മാറി നിൽക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഞാൻ ബോറടിക്കില്ല. എനിക്ക് അതുകൊണ്ടാണ് പുതിയ ആൾക്കാരെ വെച്ച് നോക്കുന്നത്. അത് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് തന്നെയാണ്. പക്ഷേ നമുക്കറിയാവുന്ന ജോലിയുണ്ട്, അത് നമ്മൾ എൻജോയ് ചെയ്ത് അത് വർക്കാക്കി അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് അത് സംഭവം തിരികെ ഇനിയും ഒരുപാട് പുതിയ ആൾക്കാർ താങ്കൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ആനും പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങിയല്ലേ അങ്ങ് ബാംഗ്ലൂർ, ഈ നാട്ടിലൊന്നുമല്ല. എല്ലാം അറിയുന്നുണ്ടല്ലേ? പിന്നെ ഞങ്ങളൊരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാ രഹസ്യവും അപ്പൊ ചോർത്തിയെടുത്തു. അപ്പൊ ഈ ഇൻട്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോൾ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ആൻ അഗസ്റ്റിൻ ആസ് പ്രൊഡ്യൂസർ. അല്ല, അത് ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. ഞങ്ങൾ വിഷുവിന് അനൗൺസ് ചെയ്തു. അപ്പം ചോദിച്ചോണ്ട് പറഞ്ഞതാണ്. സോ ഇല്ല, ഞാൻ കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരു 2017 തുടങ്ങിയതാണ്. ഇറ്റ്സ് കോൾഡ് മിറാമാർ. അത് ആഡ്സ് മാത്രം ചെയ്യണതാണ്. ഞങ്ങള് ഇപ്പം ടൂറിസം ആണെങ്കിലും അങ്ങനെ ആഡ്സ് മാത്രം ചെയ്യണ ഒരു കമ്പനി ആയിരുന്നു. അപ്പം ഈ ഇയർ ഞങ്ങള് മൂവിയിലേക്ക് കാല് വെക്കുകയാണ്. അപ്പോഴും ഇതുപോലെ തന്നെ പുതിയ ആൾക്കാരെ തന്നെ പിക്ക് ചെയ്യാനാണോ അതെയോ? ഇല്ല, കോ പ്രൊഡക്ഷൻ ആണ്. എന്റെ കമ്പനിയും ആന്റെ കമ്പനിയും അങ്ങനെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കന്നഡത്തില്. എന്നെ ഒന്ന് രക്ഷിക്കണം രണ്ടുപേരും ചേർന്ന്. അങ്ങ് കന്നഡത്തില്, അങ്ങ് കന്നഡയിലോ എവിടെയെങ്കിലും ഒന്ന്. അതിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞു. അതും കഴിഞ്ഞു. പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇപ്പം മെയില് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതില് എന്താണ് ടൈറ്റിലൊക്കെ റിവീൽ ചെയ്യാറായോ? ഇല്ല. എന്ത് ജോണറിലുള്ള സിനിമയാണ്? കോമഡി. ഓക്കെ. അതില് ചേട്ടാ അഭിനയിച്ചിട്ടുണ്ടോ? കന്നഡ ഗൊത്തില്ല. ആൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ എവിടെയാണ് എളുപ്പം? മലയാളത്തിനെക്കാട്ടിലും കോസ്റ്റ് കുറവ് കന്നഡത്തിലാണ്. കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് തീരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പടമാണ് വിജയ്, ഇങ്ങനെ എല്ലാ പടവും ആവണമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പടത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു. നമുക്ക് കോസ്റ്റ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നു. ആൻഡ് കുറച്ചും കൂടെ വലിയ മാർക്കറ്റുമാണ്. കുറച്ചും കൂടെ വലിയ മാർക്കറ്റാണ്. അപ്പം നോക്കാം, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. അതെ അതെ അതെ. ഇനിയും ഒരുപാട് സിനിമകൾ കന്നഡ മാത്രമല്ല തെലുങ്ക്, ഹിന്ദി എല്ലാത്തിനും നമുക്ക് ഒരെണ്ണം പിടിക്കണം. എല്ലാത്തിനും ഇപ്പൊ ഹിന്ദിയിൽ ചെയ്യാൻ പോലെ എല്ലാത്തിനും ചേട്ടൻ പിടിക്കണം. ഞാൻ ചേട്ടനെ പിടിക്കും. ഹോം ഹിന്ദിയിൽ ചെയ്യാൻ പോവാണ്. ഹോം അത് ഇവിടെ മഞ്ജു ചേച്ചി വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ എന്താണ് പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി? അതിന്റെ അവിടുത്തെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു. ഇനി അവിടുത്തെ കാസ്റ്റിംഗിലേക്ക് പോകും. റോജിൻ തന്നെയാണോ? അല്ലല്ല, ഹിന്ദിയിൽ അവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹോം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫ്രൈഡേ ഫിലിം ഹൗസ് അതിന്റെ ഒരു പാർട്ട് ഇവിടെ. ഈ ഹോം എന്ന് പറഞ്ഞ സിനിമ അതായത് OTT വേണ്ടി തന്നെ നിങ്ങൾ ചെയ്തതാണല്ലോ. അപ്പൊ അതൊരു സിനിമ കഥ കേട്ടപ്പോൾ തന്നെ നമ്മൾ വിഷ്വലി കാണുമ്പോൾ നല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസും RRഉം എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഒരു ബ്ലാങ്ക് സ്റ്റോറി ആയിട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാ ജഡ്ജ് ചെയ്തത്? ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു മൂഡ് എന്താണ്,
അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ വർക്കാവും എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ 5 വർഷം മുമ്പ് കേട്ട കഥയാണ്. അത് കഴിഞ്ഞ വർഷം ചെയ്യാനുള്ള കാരണം നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അതിന്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ റോജിനോട് പറഞ്ഞത് ഇപ്പൊ നമുക്ക് നിങ്ങൾ അന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ചെയ്താൽ വർക്കാവും എന്ന് പറഞ്ഞു. അപ്പൊ അതും ഒരു റീസണാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ഒരു മൂഡ് എന്താണ്, അത് ആ സിനിമ ആ സമയത്ത് പറയുമ്പോൾ അത് വർക്കാവാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഹോം വർക്കായെന്നും കൂടെ, അതും കൂടെ കാരണമാണ് ഹോം വർക്കായെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഫോൺ അഡിക്ഷൻ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഫോൺ അഡിക്ഷനെ കുറിച്ച് കഥ പറയുമ്പോൾ വർക്കാവും. അതായത് അതിലെ ഓരോ സിറ്റുവേഷൻസ് നമുക്കെല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ. ഈ പറഞ്ഞ ഫോൺ നോക്കി ഏത് സമയവും സെൽഫി, അതുപോലെ ഫോൺ അറിയാത്ത ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അതും അതിന്റെ ഒരു റീസൺ ആണ് ഹോം വർക്ക് ആയതിന്റെ. ചേട്ടൻ അങ്ങനെ റിയൽ ആയിട്ട് ആരെങ്കിലും കണ്ടോ, അതായത് ഈ എന്താ പറയുക ഫോൺ? അല്ല, എന്റെ അച്ഛൻ, ഞാൻ പറഞ്ഞ ഐ ഡെഡിക്കേറ്റ് ദാറ്റ് മൂവി ടു മൈ ഫാദർ. ബിക്കോസ് എന്റെ അച്ഛന് ഫോൺ എന്ന് പറയുന്നത് കോള് വരുന്ന ഒരു സാധനം മാത്രമാണ്. അതിന്റെ വാട്സപ്പ് ഒന്നോ ഇമെയിലൊന്നോ അങ്ങനെ. അതേപോലെ തന്നെയാണ് റോജിന്റെ അച്ഛനും. അതിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു കഥയാണത്. അപ്പം അങ്ങനത്തെ അച്ഛന്മാർ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പം അവരെ എന്താ ടെക്നോളജിക്കലി ഔട്ട്ഡേറ്റഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ വില കൊടുക്കാറില്ല. അപ്പം അതാണ് ആ സിനിമ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പം എല്ലാവർക്കും അതൊരു ഐ ഓപ്പണർ ആയി എന്ന് പറഞ്ഞ് എത്രയോ മെസ്സേജസ്, എത്രയോ കോൾസ്. ഐ മീൻ ഞാൻ ഈ സിനിമ കണ്ടിട്ട് പോയി എൻ്റെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന എത്രയോ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആനിന് എന്തായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്? എന്തായിരുന്നു കൂടുതൽ കണക്ട് ചെയ്തത്? ആ അച്ഛൻ മോനായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് എനിക്ക് കണക്ട് ചെയ്തത്. ആൻ ആ സിനിമയുടെ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുള്ളതാണ്. ഞങ്ങൾ സ്ക്രിപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്കൊന്നും അതിൻ്റെ തോട്ട് ഉൾപ്പെടെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ ഷീസ് എ ഗുഡ് ജഡ്ജ് ഓഫ് മൂവീസ്. വളരെ സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ആളാണ്. അപ്പം അഭിനയിക്കാൻ അത്ര സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. എൻ്റെ അമ്മയെ ഞാനിവിടെ ഇരിക്കുന്ന 2 സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിന്റെ നടക്കാണ് ചതഞ്ഞറിഞ്ഞു പോലും. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാനിത് എവിടാ ഇരിക്കുന്നത്, എവിടാണ് വന്നിരിക്കുന്നത്. ഭാഗ്യം ചെയ്ത ജന്മമാണ്, ജന്മത്തിൽ ചെയ്ത സുഹൃതമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം താങ്കൾ കിട്ടിയത്. സ്മരണ വേണം, സ്മരിച്ചു. ശരി, ഇനി നിങ്ങൾക്ക് ഒരു നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ദംഷ്ട്രാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഇങ്ങനെ പെൻഡിങ് ആണ്, അതും കൂടി കളിക്കാം അല്ലേ? അത് ഞങ്ങൾ തമ്മിലാ. അതായത് ആദ്യം ആൻ ഒരു ഇത് കാണിച്ചു തരും, അത് ചേട്ടൻ ആക്ട് ചെയ്തിട്ട് ആൻ അത് പറയണം. അപ്പൊ ചേട്ടനായിരിക്കും പോയിന്റ് കിട്ടുക. ആൻ പറഞ്ഞാലേ എനിക്ക് പോയിന്റ് കിട്ടും. ഓ അങ്ങനെ. ആൻഡ് എനിക്ക് ഒരു ഈസി ആയിട്ട് ഞാൻ നിങ്ങളുടെ തന്നെ സിനിമയാണ് തരുന്നത്, നിങ്ങൾ അഭിനയിച്ച സിനിമകളായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് അത് അത്ര ചേട്ടന്റെ കാര്യത്തിൽ അഭിനയിച്ചതായിരിക്കാം, പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം, എന്തുമായിരിക്കാം, എന്തായാലും നിങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, സോ ഇവർ 2 പേരും ദംഷ്ട്രാറ്റ്സ് കളിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് നമ്മൾ അധികം സമയം ഇവരെ നിർത്തിക്കഴിഞ്ഞാൽ ഇവരിത് എല്ലാം ഇങ്ങനെ പൊക്കി നോക്കും. അതുകൊണ്ട് നമ്മൾ വേഗം തുടങ്ങണം. ആദ്യം ആരാണ്? ആദ്യം എനിക്ക് തന്നോ. എന്റെ ഫിലിം പ്രഗ്നന്റ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ആകാശവാണി അല്ല, എന്തോ സെക്കൻഡ് ഫിലിം, സെക്കൻഡ് വേർഡ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, വിശേഷായോ? സക്കറിയുടെ ഗർഭിണികൾ. സൂപ്പർ. I'll ask. My movie, your movie, your movie. Movie you acted, produced. രണ്ടും അഭിനയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുത്തുകൗ. Your film, my film. Acted and produced. എല്ലാം. ഹീറോ, ഫ്രണ്ട്, ജയസൂര്യ. ഫിലിപ്സ് ആൻഡ് ദ മങ്കി. ഹലോ, എന്ത് വിധി ഇത്? ജയസൂര്യ ഹീറോ. ആടിനാണ് കൊമ്പ്.
നോക്കാം ഇനി അടുത്തത്. യോ മൂവി മൈ മൂവി. യുവർ മൂവി നമ്മുടെ രണ്ടാളുടെയും പടമല്ല, ആരും അഭിനയിച്ചിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ചെറിയ പടത്തില, ചെറിയ ഇതിൽ ചെറിയ റോള്. പ്രാന്തായി, പെരിച്ചാഴി, കിളി പോയി. സുഭാവ്. അടുത്തത് ഇത് ആരും തോച്ചു കൊടുത്തിട്ടില്ല, എല്ലാം ഒന്നാണ്. ആൽജോസ്. നീന. നിങ്ങൾ ഒന്നാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചാണ്. അല്ല, നമ്മുടെ ഫ്രണ്ട്. നമ്മൾ രണ്ടുപേരും ഇല്ല. ഇല്ല, ലാൽ നിങ്ങളില്ല. ജോസ് ഫിലിം. ഓക്കെ, നമ്മുടെ രണ്ടുപേരും ഫ്രണ്ട് അഭിനയിച്ചു. റോൾ ക്യാമറ ആക്ഷൻ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനി ഞാൻ മിടിക്കുകയാണ്. യോ ഫ്രണ്ട്. നമ്മുടെ രണ്ടുപേരും അയാളും ഞാനും തമ്മിൽ. ഉയ്യോ, ഇവര് ഭയങ്കരാണ് കേട്ടോ. അതായത് ഇവര് കോഡെന്ന് പറഞ്ഞ പോലെ നമുക്ക് പോലും മനസ്സിലാവാത്ത എന്തോ ഒരു സംഭവങ്ങൾ കണ്ണും ചുണ്ടും ഒക്കെ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. നമ്മളെ ഒരുമിച്ച് അഭിനയിച്ച പടം നീന. ഓ, വളരെ സിമ്പിൾ ആയി പോയി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇവര് അഭിനയിച്ച സിനിമ കൊടുക്കരുതായിരുന്നു. വേറെ ആൾക്കാർ അഭിനയിച്ച സിനിമ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നൊക്കെ കാണാം. പണിഷ്മെന്റ് തരട്ടെ, ഞങ്ങളെ കൊണ്ട് തരട്ടെ. ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ. ഞാൻ എന്റെ ഈ പക്ഷെ പണിഷ്മെന്റ് ഇതിനകത്തൊരു ചീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ പടങ്ങൾ മാത്രമേ തരുള്ളൂ. അയാളും ഞാനും തമ്മിൽ നമ്മുടെ പടം അല്ല. നിങ്ങളും കിളിപോയി നമ്മുടെ പടം അല്ല. നിങ്ങളുമായിട്ട് റിലേറ്റഡ് അതെങ്ങനെ ആയിട്ട് റിലേറ്റ് ആവണേ? കിളിപോയിൽ അഭിനയിച്ചില്ലേ? കിളിപോയിലും കണ്ട് ഞാൻ പോലും എന്നെ പോലെ കണ്ട എനിക്ക് തിരിച്ചറിയാൻ പാടില്ല. അങ്ങനെയാണ് ഒരു സീനിൽ അയാളും ഞാനും തമ്മിൽ. അയാൾ തമ്മിൽ നിങ്ങൾ ലാൽ ജോസ് സാറിന്റെ പടത്തിൽ അഭിനയിച്ച കുട്ടികളാണ് നിങ്ങൾ. ഞാൻ അഭിനയിച്ചിട്ടുണ്ടാക്കി. ഗുരു. ആ, ഓ, അപ്പോ ഇതിലും ഇവർ രണ്ടുപേരും ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അതിന്റെ പീക്കിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരാൻ പോകും. വേറെ ലോലിപ്പോപ്പ് ആണ്. വിജയിച്ച് പോരാളികളായിട്ട് നിങ്ങളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഗുരുവും എൻ്റെ കൂട്ടുകാരിയും ഒക്കെ ഇങ്ങനെ വിജയശ്രീ ലാളിതരായി നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പക്ഷെ എനിക്ക് പണിഷ്മെന്റ് ഒരു ദിവസം പോലും ഞാൻ ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല. നമ്മളായിരിക്കും ആദ്യമായിട്ട് അങ്ങനെ ചരിത്രത്തിന്റെ അങ്ങനെയല്ല, പക്ഷെ എന്നാലും എനിക്ക് വേണ്ടി ഒരു സംഭവം, ഒരു ചെറിയ സംഭവം. അതായത് ഇപ്പൊ ഞാൻ ആനിന്റെ അടുത്ത് കുറച്ച് നമ്മൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു, വിശേഷം, അതായത് എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് പോലും ഞാനില്ല, ഞാൻ കളിക്കില്ല. വിജയ്ക്ക് കൊടുത്താലോ? വിജയ് എടുക്കുമെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇംഗ്ലീഷ് പറയാതെ സംസാരിക്കും. അതെ, അതായത് ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ഒന്നും ഇംഗ്ലീഷ് ആവരുത്, എല്ലാം നമുക്ക് മലയാളീകരിച്ച് ശുദ്ധമായ മലയാളം, നോ ആംഗലേയം. ശരി. അതായത് നമ്മള് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക്. അല്ല, ആക്ച്വലി ആനോട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ കളിക്കില്ല. ഇത് നല്ല കളിയല്ലേ? സൂപ്പർ അല്ലേ? നിനക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല തീർത്തു കൊടുക്കാം നമുക്ക്. മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഞാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ട്രസ്റ്റ് മീ, യു ട്രസ്റ്റ് മീ. ഞാനാ ചോദ്യം ചോദിക്കണേ. ഞാൻ ചോദിക്കാം. റെഡി? ചോദ്യം ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ഉത്തരം പറയരുത് കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം? ഇത്ര നല്ല ഒരു കൂട്ടുകാരുടെ ഭക്ഷണം? ചോറും സാമ്പാറും. ചോറും സാമ്പാറും ഇഷ്ടമാണ്. ചോറും സാമ്പാറും ഇഷ്ടം. വണ്ടി ഏത് കാറ്? താമസിക്കുന്ന സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ഇവിടെ എങ്ങനെ വന്നു? ഞാൻ ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല, ഇടയിൽ ജോയിൻ ചെയ്തു. ഇനി വിജയ് കോഴിക്കോട്. അത് മാത്രം. അല്ല, ആക്ച്വലി ഈ കളിയിൽ വൺ ലൈനേഴ്സ് പാടില്ല. ഇങ്ങനെ ഉത്തരങ്ങൾ പറയുന്ന, അതാണ് ശ്വാസിക ഉദ്ദേശിച്ചത്. ഞാൻ കോഴിക്കോട് എങ്ങനെ നടന്നു വന്നു. കോഴിക്കോട് നടന്നു വന്ന ഒരു കലാകാരിയാണ്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കുക? നമ്മളോ? നമ്മള് മറ്റൊരു സാധനം ഉണ്ടല്ലോ. ഏത് സാധനം? നമ്മുടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എന്ത് സാധനം? അല്ല, ഞാൻ സാധാരണ ചെയ്യുന്നത് വെച്ചാല് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളോട് പറയും, എനിക്കിങ്ങനെ ഒരു ഫേസ്ബുക്ക്
ഉണ്ടാക്കി തരാൻ പറയും. ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ചോദിച്ചാൽ അതിൽ ഫേസ്ബുക്ക് വരും. അല്ല, ഫേസ്ബുക്കിന്റെ മലയാളമില്ല. ഫേസ്ബുക്കിന്റെ മലയാളം എന്ന് പറഞ്ഞ മുഖപുസ്തകം. അത് നോക്കാണ്. അങ്ങനെ ഇല്ല. ഫേസ്ബുക്കിന്റെ മലയാളമാക്കി ഫേസ്ബുക്ക് എന്ന് തന്നെയാണ്. ശരി, ഞാൻ ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചു. എന്നിട്ട് അവരത് ഉണ്ടാക്കി തരും. ലോഗിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന്? ലോഗിൻ ചെയ്യുന്നത് അതെന്തത്? ലോഗിൻ അറിയില്ല. പഠിക്കാം, ഇന്ന് തന്നെ പഠിക്കാം. ഫോൺ നമ്പർ വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യുക, അത് ജിമെയിൽ വെച്ചിട്ടാണോ? ഈ ഒരു വര പോലെ എന്തോ വരച്ചിട്ടുള്ള പരിപാടി. വര പോലെ വരച്ചിട്ട് അതിനകത്തോട്ട് കയറും. വര പോലെ വരച്ചിട്ട് അതിനകത്തോട്ട് കയറും. പിന്നെ മുഖം കാണിക്കുമ്പോ അത് തന്നെ